ഫ്രണ്ട്സ്, സുട്ടൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വർത്താനം സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് ഞങ്ങൾക്കും സുഖമായിട്ട് പോകണം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഞാനിന്നും വീഡിയോ ഇട്ടത്. അപ്പോൾ നമ്മളെ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഒക്കെ സുബഹിസ്കാരം കഴിഞ്ഞ് ഇപ്പോൾ നീച്ച് വരുന്നുള്ളൂ കേട്ടോ. കുട്ടികളൊക്കെ എല്ലാവരും ഉറങ്ങി തന്നെയാണ്. അപ്പോൾ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞങ്ങാണ്ട് മുറ്റടിക്കുകയാണ്. അപ്പോൾ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ മുറ്റടിക്കാൻ പോയത്. അപ്പം അവരൊന്നും നീച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പം അപ്പോൾ അതിന് നീച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പാക്ക് വന്നുകൊണ്ട് കട്ടൻ ചായയും റസ്ക്കൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ചായയും റസ്ക്കും കുടിക്കുക കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കടന്നുറങ്ങും. പിന്നെ കഴിഞ്ഞതിൻ്റെ ശേഷമൊക്കെ നീച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ ചായയും കടിയൊക്കെ റെഡിയാക്കിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ചപ്പാത്തിയൊക്കെ ചുട്ടിക്കണം. പിന്നെ ഗ്രീൻ പീസാണ് ഞാൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ അപ്പാക്ക് ഈ ഏത് കടിയും പറ്റൂല കേട്ടോ. ഈ കടി എന്നാലും ഏത് കടിയും ഇപ്പോൾ രാവിലെ കഴിക്കൂല. അപ്പോൾ അപ്പാക്ക് ഞാൻ കുറച്ച് മണിക്കടല വരട്ടുമല്ല ആക്കിങ്ങാണ്ട് അങ്ങനെ വെച്ചിക്കണം. അപ്പോൾ പിന്നെ അതും കട്ടൻ ചായയും കൂട്ടിയാണ്ട് അങ്ങനെ കോരിക്കുന്നുണ്ട് അപ്പോൾ അപ്പാക്ക് അതും ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയുടെ കഴിഞ്ഞാണ്ട് ഉമ്മയും മോള് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. അവരോട് ഇന്ന് ചെല്ലാൻ പറഞ്ഞിട്ടോ. അതിന് പോവുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ അരി അടുപ്പത്ത് ഇടാൻ വേണ്ടിങ്ങാണ്ട് റൈസ് കുക്കർ തന്നെയാണ് കേട്ടോ ഒന്നും വെക്കുന്നത്. അടുപ്പിലൊന്നും ഞാൻ കത്തിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ അരി അടുപ്പത്ത് ഇടുകയാണ് കേട്ടോ. അങ്ങനെ അരിയൊക്കെ ഇട്ട് തിളച്ച് കിട്ടിയിരിക്കണം കേട്ടോ. പിന്നെ റൈസ് കുക്കർക്ക് ഇറക്കി വെച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചോറും ഇവിടെ റെഡി കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഊറ്റിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ചോറൊക്കെ റെഡിയാക്കി വെച്ചുകൊണ്ട് ഞാൻ പയർ നുറുക്കി വെച്ചിരുന്നു കേട്ടോ. അത് ഞാൻ ഉള്ളിയൊക്കെ വറുത്തേക്ക് പച്ചമുളകൊക്കെ ഇട്ടുകൊണ്ട് അതൊന്നും വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. അതിക്ക് പയർ ഇട്ടുകൊണ്ട് ആവിക്ക് വേവിക്കുകയാണ്. അങ്ങനെ നമ്മൾ പയറും റെഡി കിട്ടിയിരുന്നു കേട്ടോ. നല്ലോണം വെന്ത് കിട്ടണം. ഈ ചട്ടിയിലാകുമ്പോൾ അന്നേരം പെട്ടെന്ന് വേവും. പരന്ന് കിടക്കണോണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അത് ഞാൻ ഈ ചട്ടിയിൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ അത് റെഡി ചെയ്യും. പിന്നെ വഴുതന ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതിങ്ങനെ വാടിപ്പോകണ്ടെന്ന് എഴുതിങ്ങാണ്ട് ഞാൻ അതിനും കുറച്ചെടുത്തുങ്ങാണ്ട് വെക്കുകയാണ്. അതും വാണ്ടിയവർക്ക് കൂട്ടാൻ എഴുതിങ്ങാണ്ട്. അപ്പം ഉച്ചക്കന്നെ എല്ലാവരും ചോറുന്നുള്ളൂ കേട്ടോ. ഇനി രാത്രി എത്ര വേണ്ട. ഞാനും കുട്ടികളും മാത്രമേ രാത്രി ചോറുന്നുള്ളൂ. അപ്പോൾ ഉച്ചക്കൊക്കെ വേണ്ടിയിട്ടോ. ഇതിൻ്റെ ബാക്കിയൊക്കെ നമുക്ക് രാത്രിയും കഴിക്കാമല്ലോ. എഴുതിങ്ങാണ്ട് ഞാൻ കുറച്ച് വഴുതനി നുറുക്കി ഉപ്പേരി വെക്കുകയാണ്. അങ്ങനെ ഒന്ന് 2 ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വഴുതന ഉപ്പേരിയും റെഡിയായി കിട്ടിയിട്ടോ. പിന്നെ അന്ന് കറിയൊക്കെ കിട്ടിയത് നമുക്ക് അയില മീനാണ് കേട്ടോ. അപ്പോൾ ഞാനത് നന്നാക്കുകയാണ്. പുറത്ത് ഭയങ്കര വെയിലാട്ടോ. അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെ നിന്നുകൊണ്ട് നന്നാക്കുകയാണ്. പിന്നെ പൂച്ചാളാണെങ്കിൽ നന്നാക്കാൻ അയക്കില്ല മുറ്റത്ത് ഇരുന്നാൽ. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് നന്നാക്കുക. അങ്ങനെ മീനൊക്കെ നന്നാക്കി ഞാൻ കറി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പുളി നമ്മൾ സാധാ പുളി കൊണ്ട് തന്നെയാണ് വെക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കാണ്ട് അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് പൊടികളും പാകത്തിന് ഇട്ടിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് പുളിവെള്ളം പറഞ്ഞ് ഇങ്ങനെ വരട്ടോലാക്കിയാണ്ട് വെക്കുകയാണ്. അപ്പോൾ ഒരുപാട് കറിയൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ കായാക്കിയാണ്ട് ആണ് കേട്ടോ വറ്റിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് കുരുമുളക് ഇട്ടുകാണ്ട് പൊരിക്കും വേണം. അങ്ങനെ മീനൊക്കെ വെന്ത് കിട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ഇത് കുറ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന് വെക്കുന്നത്. പിന്നെ ഞാൻ കറി വെക്കുന്നത് വെണ്ടയ്ക്കും തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അതിക്കുള്ള തക്കാളിയും പച്ചമുളകും പൊടികളൊക്കെ ഇട്ട് കുറച്ച് പുളിയൊക്കെ പറന്നുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ചിക്കണം. അപ്പോൾ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാട്ടീനും അടുപ്പത്ത് വെച്ചുകൊണ്ടൊന്ന് ചൂടാക്കി എടുത്ത് വെച്ചിരുന്നു. അപ്പോൾ അത് വെള്ളം തിളക്കണ്ടേ കറീൻ്റെ. അപ്പോൾ ഞാൻ ഈ ഇട്ട് കൊടുക്കുകയാണ് വെണ്ടക്ക. അപ്പോൾ ഞാൻ സാധാ പോലെ തന്നെയാണ് വെക്കുന്നത്. നാളികേരം വറുത്തിട്ടൊന്നുമില്ല. പച്ച നാളികേരം തന്നെ അരക്കുകയാണ്. അങ്ങനെ വെക്കുക. അപ്പോൾ ഈ കറി നമ്മളപ്പാക്കാണ് കേട്ടോ ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് വെക്കണം വെണ്ടയ്ക്കും തക്കാളിയും കറി. വേറെ പച്ചക്കറികളൊന്നും ഉപ്പാക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. ഉപ്പാക്ക് പച്ചക്കറി വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഇതാണ്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ മീൻ എന്താണെന്നുണ്ടെങ്കിലും
മീൻ പൊരിച്ചാലും ഇങ്ങനെ ഒരു കറിപ്പാക്കുവാണ്. അങ്ങനെ നമ്മൾ കറി റെഡി ആക്കണം. ഞാൻ അതിക്ക് വെളിച്ചെണ്ണയിൽ കുറച്ച് ഉലുവ വറുത്ത് കരിവേപ്പില ഇട്ടുകൊണ്ടാണ് കേട്ടോ വറവിട്ടത്. അങ്ങനെ നമ്മുടെ കറിയും റെഡി ആയി. പിന്നെ ഞാൻ കുറച്ച് മീൻ കുരുമുളക് ഇട്ടുകൊണ്ടും മുളക് തേച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ചോറുന്നാനാകുമ്പോൾ ചൂടോടൊക്കെ പൊരിക്കാൻ ഇരുങ്ങാണ്ട് ഞാൻ ഇതിവിടെ കായം തേച്ച് വെക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ.